വൈദികരെ, ജ്ഞാനായ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, ജ്ഞാനായ സമൂഹത്തിന്റെ ഉറക്കം കെടുത്തുന്ന വ്യാഖ്യാനവുമായി മൂലക്കാട്ടുകാർ എത്തിയപ്പോൾ ഇന്നത്തെ ഈസ്റ്റർ സെലിബ്രേഷനിൽ എൻഡോഗമിയുടെ ആവശ്യകതയെക്കുറിച്ച് സംസാരിക്കുവാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇത് ജ്ഞാനായ അസോസിയേഷന്റെയോ പള്ളിയുടെയോ മാത്രം പ്രശ്നമല്ല, മറിച്ച് ജ്ഞാനായ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഇവിടെ ജ്ഞാനായക്കാരനെന്ന് അഭിമാനിക്കുന്ന എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് എൻഡോഗമി അഥവാ അസോഗമിസ വിവാഹനിഷ്ഠ? ഡിക്ഷണറിയിൽ നോക്കിയാൽ marriage within a particular group, caste, class or tribe, consistent with custom or law. That means it is legal. We do not need any permission from anyone to practice endogamy. ഇന്നിവിടെ ഇരിക്കുന്ന വിവാഹിതരായ എല്ലാവരും endogamy പ്രാക്ടീസ് ചെയ്തവരാണ്. If there is no bust. സ്ഥിരമായി 100% പോളിംഗുള്ള ബൂത്തിൽ വോട്ടിംഗ് റൈറ്റിനെ കുറിച്ച് സംസാരിക്കേണ്ടതില്ലല്ലോ. എൻഡോഗമി പ്രാക്ടീസ് ചെയ്യാത്തവരായിട്ട് ഇവിടെ ഉള്ളത് കൊച്ചുകുട്ടികളും യുവാക്കളും ഈ വേദിയിലിരിക്കുന്ന വൈദികരുമാണ്. കൊച്ചുകുട്ടികൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ എൻഡോഗമിയെ വിശദീകരിച്ചാൽ, നിങ്ങൾ കിൻഡർഗാർട്ടനിൽ പോയി തുടങ്ങുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തന്നു, ഡു നോട്ട് ടോക്ക് ടു സ്ട്രേഞ്ചേഴ്സ്, സ്ട്രേഞ്ചർ ഡേഞ്ചർ. ജ്ഞാനായ സമൂഹം എന്ന് പറഞ്ഞാൽ സ്ട്രേഞ്ചേഴ്സ് ഇല്ലാത്ത സമൂഹം. എല്ലാവർക്കും എല്ലാവരെയും അറിയാം. ഈ കമ്മ്യൂണിറ്റി സെന്ററിൽ വന്നു കഴിഞ്ഞാൽ ആരും തന്നെ കുട്ടികളെ അരികിൽ കൈപിടിച്ച് നിർത്താൻ ശ്രമിക്കാറില്ല. കാരണം യു ഫീൽ അറ്റ് ഹോം, ഫ്രീ. ഇവിടെയുള്ളവരെല്ലാം ആന്റിമാരും അങ്കിൾമാരും സെക്കൻഡ്, തേർഡ് ഓർ ഫോർത്ത് കസിൻസ് ടു ഈച്ച് അതർ. ജ്ഞാനായക്കാരി അല്ലാത്ത ഒരു ഫ്രണ്ടിനെ കുറിച്ച് എന്റെ മോൾ പറഞ്ഞു ഓർക്കുന്നു. I wish she was a nun, then I could have sleep over at their house. എൻഡോഗമിയിലൂടെയാണ് നമ്മൾക്ക് ഇത് സാധ്യമായത്. അതേസമയം മലയാളി അസോസിയേഷന്റെ പ്രോഗ്രാമിന് പോയാൽ there are strangers. ഇനി യുവാക്കളോട് എൻഡോഗമിയെ കുറിച്ച് പറയണമെങ്കിൽ എനിക്ക് എന്റെ ചെറുപ്പകാലത്തേക്ക് തിരിഞ്ഞു പോകേണ്ടതുണ്ട്. കിടങ്ങൂർക്കരയിൽ വീടിന് ചുറ്റും നമ്പൂതിരി മുതൽ എല്ലാ കാസ്റ്റിലും പെട്ട നെയ്ബേഴ്സും ഉണ്ടായിരുന്നതുകൊണ്ട് ജ്ഞാനായത്തിന് പ്രത്യേക പ്രാധാന്യമൊന്നും തോന്നിയിരുന്നില്ല. എന്നാൽ ചങ്ങനാശ്ശേരി അസംഷനിൽ പ്രീഡിഗ്രിക്ക് പഠിച്ചപ്പോഴാണ് ജ്ഞാനായക്കാരുടെ മാഹാത്മ്യം പുളിങ്കുന്ന്, കാഞ്ഞിരപ്പള്ളി, പാല തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള റൂംമേറ്റ്സിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയത്. ഈ കാര്യത്തിൽ നമ്മളെക്കാൾ ഗ്രാഹ്യം അവർക്കുണ്ട്. അതിനുശേഷം ഉഴവൂർ സെന്റ് സ്റ്റീഫൻസിൽ എത്തിയപ്പോൾ ഒരു ഹോം കമ്മിങ് ഫീലിംഗ്. 1986 ന്യൂയോർക്കിൽ വന്നതിന് ശേഷം ഒരു മലയാളിയെ കണ്ടാൽ സന്തോഷം, അതൊരു ജ്ഞാനായക്കാരനാണെങ്കിൽ സ്വന്തമായി ബന്ധമായി. ഈ രാജ്യത്ത് കോളേജ് ലൈഫിലും തൊഴിൽ രംഗത്തും പലരുമായി ഇടപഴകേണ്ടി വരുമ്പോൾ ഞാൻ ജ്ഞാനായക്കാരി ആയതിനാൽ ജ്ഞാനായക്കാരെ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന അവബോധം ഒരു പടച്ചട്ട എന്ന പോലെ ആവശ്യമില്ലാത്ത ഡിസ്ട്രാക്ഷൻസ് ഒഴിവാക്കി. ഒരു ജ്ഞാനായക്കാരൻ ഒരു ജ്ഞാനായക്കാരിയെ വിവാഹം ചെയ്താൽ പ്രോബബിലിറ്റി തിയറി അനുസരിച്ച് ദി ഓഡ്സ് ഇൻ ഫേവർ ഫോർ എ സക്സസ്ഫുൾ മാരേജ് മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും. അറേഞ്ച്ഡ് മാരേജ് അൺതിങ്കബിൾ ആയി കരുതുന്ന ഇവിടുത്തെ യുവജനങ്ങൾക്ക് ജ്ഞാനായ ഐഡന്റിറ്റി മനസ്സിലാക്കുന്നത് ശരിയായ പങ്കാളിയെ കണ്ടെത്തുന്നതിന് ഉപകരിക്കും. ഫാദർ ജോസ് കോട്ടയിൽ അപ്പനാദേശിൽ പങ്കാളിയെ തെരഞ്ഞെടുക്കൽ എന്ന ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: കുടുംബത്തെ നന്നായി അറിയുക എന്നത് നല്ല വിവാഹ ജീവിതം കരുപിടിപ്പിക്കുന്നതിന് ആവശ്യമാണ്. ഓരോരുത്തരും വരുന്ന കുടുംബ പാരമ്പര്യവും പരിഗണിക്കണം. ശരിയായ സ്ഥലത്തും ശരിയായ രീതിയിലും പങ്കാളിയെ അന്വേഷിക്കണം.
ഇനി വൈദികരെ സംബന്ധിച്ചിടത്തോളം എൻഡോഗമി ഒരു വിഷയമല്ല. കാരണം തങ്ങളുടെ എൻഡോഗമി പ്രാക്ടീസ് ചെയ്ത മാതാപിതാക്കളിലൂടെ ജന്മം കൊണ്ട വൈദികർക്ക് ഒരിക്കലും പ്രാണായത്വം നഷ്ടപ്പെടുന്നില്ല. എവിടെയും പോയി മിഷനറി ആയിട്ടും അവർക്ക് സേവനം ചെയ്യാം. തന്മൂലം എൻഡോഗമി പ്രാക്ടീസ് വൈദികർക്ക് ബാധകമല്ല. ഒരുപക്ഷെ ഇതുകൊണ്ടാകാം നാനായക്കാരൻ ആര് എന്നതിന്റെ നിർവചനം കൊടുത്തപ്പോൾ ജന്മം കൊണ്ട് മാത്രം എന്ന് എഴുതിപ്പോയത്. ഇവിടെയാണ് അൽമായയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അൽമായയുടെ പ്രാതിനിധ്യം എല്ലാ അർത്ഥത്തിലും സഭാധികാരികളുടെ തീരുമാനങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലൊരു പ്രശ്നം ഉണ്ടാകുമായിരിക്കില്ല. ഇന്ന് എൻഡോഗമി ഒരു തീവ്രമൂർത്തിയായി നിൽക്കുന്നു എന്ന് പരാതിപ്പെടുന്നവരുണ്ട്. ക്വാളിഫൈഡ് ആയിട്ടുള്ളവരെ കിട്ടുന്നില്ലെന്നുള്ള പരാതി. കഴിഞ്ഞ 2-3 ദശകങ്ങളിലായി അമേരിക്കയിലും മറ്റു രാജ്യങ്ങളിലും പോകുവാൻ കഴിയുന്ന നേഴ്സിംഗിനായിരുന്നു പ്രാധാന്യം. നമ്മുടെ സമുദായത്തിന്റെ വിജയ രഹസ്യവും അതായിരുന്നു. ഇന്നത് മാറി വരുന്നുണ്ട്. എല്ലാ കാലത്തും ഇതുപോലെയുള്ള ട്രെൻഡുകൾ ഉണ്ട്. ഉദാഹരണത്തിന് ഒരു പൈലറ്റിനെയോ IAS-കാരനെയോ കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് നനച്ചാൽ നിന്നുപോയത് തന്നെ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് സഭാധികാരികളും അൽമായരും ഒരുമിച്ച് പ്രവർത്തിച്ചാൽ പ്രശ്നം സോൾവ് ചെയ്യാവുന്നതാണ്. പങ്കാളിയെ തേടുമ്പോൾ എന്തിനാണ് പ്രയോറിറ്റി നൽകേണ്ടതെന്ന് ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. 1986 എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ ഓർമ്മിക്കുന്നത് നമ്മളുടെ പോപ്പ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കോട്ടയത്തെത്തി കാണാൻ സാധിച്ചതാണ്. എന്നാൽ കഴിഞ്ഞ മാസമാണ് അറിയുന്നത് ജ്ഞാനായക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലും പ്രധാനപ്പെട്ട ജ്ഞാനായ സമുദായ വളർച്ചയ്ക്ക് തോടാനിരിക്കപ്പെട്ട റെസ്ട്രിക്റ്റ് ഉണ്ടായ വർഷമായിരുന്നു അതെന്ന്. മൂലക്കാട്ടുകാരന്റെ അജ്ഞാതരുടെ ലേഖനത്തിൽ പറയുന്നു, ഗ്രൂപ്പിന്റെ ആവശ്യം അംഗീകരിച്ചെന്ന് മാത്രമല്ല, കോട്ടയം മെത്രാന് അമേരിക്കയിൽ ഭരണപരമായ അവകാശങ്ങൾ ഒന്നുമില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തു. 86 സംഭവിച്ച കാര്യം കഴിഞ്ഞ മാസമാണ് പിതാവ് വ്യക്തമാക്കുന്നത്. 2002 ഒർലാൻഡോ കൺവെൻഷനിൽ കുന്നശ്ശേരി പിതാവ് ഞാൻ നിങ്ങളുടെ പിതാവല്ല എന്ന് പറഞ്ഞു കേട്ടപ്പോൾ പലരും സംശയിച്ചു, കുന്നശ്ശേരി പിതാവിന് ഡിമെൻഷ്യ തുടങ്ങിയോ എന്ന്. ബിഷപ്പ് ലേഖനത്തിൽ വീണ്ടും പറയുന്നു, ജ്ഞാനായക്കാരല്ലാത്തവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സഭാ സംവിധാനം ജ്ഞാനായ പൈതൃകങ്ങൾക്ക് വിഘാതമായേക്കാം എന്നതുകൊണ്ടാണ് അത്തരത്തിലുള്ള സഭാ സംവിധാനങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിന് പകരം ലത്തീൻ മെത്രാന്മാരുടെ കീഴിൽ പ്രത്യേക സഭാ സംവിധാനങ്ങൾ ഇല്ലാതെ ജ്ഞാനായക്കാർക്ക് വൈദികരുടെ ശുശ്രൂഷ ലഭിക്കാൻ കോട്ടയം രൂപത ശ്രമിച്ചു. ഇത് വളരെ ശക്തമായി കേട്ട കാര്യമാണ്. ഇത് വളരെ ശരിയാണ്.